ാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നത്. അതുകൊണ്ട് നിങ്ങൾ 4 വരി പാട്ട് എഴുതിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കി കളയാം എന്നൊന്നും ധരിക്കേണ്ടതില്ല. നിങ്ങൾ 4 വരി പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ 4 വരി പാട്ടിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് ജനങ്ങളോട് ഞങ്ങൾ നല്ലതുപോലെ ക്യാമ്പയിൻ നടത്തും. അതാ ഞാൻ പറഞ്ഞത്, പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കണ്ടെത്തണം. പോറ്റിയെ കയറ്റിയത് 2012 ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്? ആ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ കയറ്റി? സ്വർണം കട്ടതിന് ശേഷമാണോ കയറ്റിയത്, അല്ലെങ്കിൽ ആ സ്വർണം കക്കുന്നതിന് മുന്നേ ആണോ കയറ്റിയതെന്ന് UDF ആളുകൾ പറ. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് റോഡിൽ കൂടി നടന്നു പോകുന്ന ആൾ കയറാൻ പറ്റുമോ? സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് സന്ദർശന അനുമതി കിട്ടണമെങ്കിൽ എന്തെല്ലാം വഴികൾ ഉണ്ടാവും, എന്തെല്ലാം കടമകൾ കടക്കണം? അപ്പൊ പോറ്റിയെ പോലുള്ള ആളെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുപോയത് ആരാണെന്ന് ഷാഫി ചാലിയ പറയണം. ആന്റണിക്കും അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറയണം. ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഭാഗമായി നിൽക്കുന്ന ആളുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംരക്ഷിക്കാൻ ഞങ്ങളില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ഈ SIT അന്വേഷണം ഏത് നിലയിലും മുന്നോട്ട് കൊണ്ടുപോകും, ഒരു തടസ്സപ്പെടുത്തലും ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തിയിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആരുടെയെങ്കിലും അറസ്റ്റ് തടസ്സപ്പെടുത്താൻ കഴിയുമായിരുന്നല്ലോ. അങ്ങനെ തടസ്സപ്പെടുത്തിയോ? തെറ്റ് ചെയ്തവർ ആരായി കഴിഞ്ഞാലും ജയിലിൽ കിടക്കട്ടെ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചത്. അത് ഇനിയും ആ അന്വേഷണം നല്ലതുപോലെ മുന്നോട്ട് പോട്ടെ. ഇനിയും ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവര് അതിന്റെ ഭാഗമായിട്ട് അനുഭവിക്കട്ടെ എന്നല്ലാതെ ആരെങ്കിലും സംരക്ഷിക്കാൻ വിടുന്നിട്ടുണ്ടോ? ശരി ശരി.